നമസ്കാരം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് കരിക്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പണി കഴിപ്പിച്ച 1432 സ്ക്വയർ ഫീറ്റ് ഉള്ള സിംഗിൾ ഫ്ലോർ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു വീടിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് ഈ വീട് നമ്മുടെ ഒരു കസിൻ ബ്രദറിന്റെയും കൂടാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയി അതിന്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മൾ കയറി വരുമ്പം തന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു മിറ്റമാണ്. ഇവിടെ നമ്മൾ കോട്ടാ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്നത്. സ്ക്വയർ ടൈപ്പിലുള്ള കോട്ടാ സ്റ്റോൺ ഇട്ടിട്ട് ഇതിൽ നാച്ചുറൽ ബബിൾസ് ആണ് ഇതിന്റെ ഗ്യാപ്പിലെല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ GI പൈപ്പിലാണ് സ്ലൈഡിംഗ് ഗേറ്റ് ആണിത്. സ്ലൈഡിംഗ് ടൈപ്പിലുള്ള ഗേറ്റ് ആണ്. പ്രത്യേകിച്ച് ഇതൊരു വില്ല പ്രൊജക്ട് പോലാണ്. നമ്മൾ കുറെ പ്ലോട്ടുകൾ തിരിച്ച് വീടുകൾ വെക്കുന്ന ഒരു സ്പേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ റോഡ് അല്പം സ്ലോപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വണ്ടിയൊക്കെ കയറാനുള്ളൊരു പ്രശ്നമുണ്ട്, സ്ലോപ്പായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ രീതിയിലായതുകൊണ്ടാണ് ഇവിടെ ഒരു സ്ലൈഡിംഗ് ഗേറ്റ് കൊടുത്തത്. എന്നിട്ട് ആ ഒരു ഫിനിഷിലാണ് ഇതിന്റെ ഫ്ലോറിംഗ് എല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ട്രഡീഷണൽ സ്റ്റൈലാണ്. അതോടൊപ്പം തന്നെ മോഡേൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു വരാന്ത സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് കയറി വരുമ്പം തന്നെ ഒരു സ്ക്വയർ ടൈപ്പ് വരാന്ത വന്നിട്ട് രണ്ട് സൈഡിലോട്ട് ലെങ്തി ആയിട്ടുള്ള വരാന്തയാണ്. വരാന്തയിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടേജ് കൂടുതൽ ഭംഗിയാക്കാനായിട്ട് നമുക്ക് ഫ്രണ്ട് ഡോറ് നേരെ സെൻറ്ററിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ട്രഡീഷണൽ സ്റ്റൈലുള്ള വീടുകൾക്കെല്ലാം അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ സെൻട്രൽ ഡോർ വന്നു. പിന്നെ രണ്ട് സൈഡിൽ രണ്ട് പാളിയുടെ വിൻഡോസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പം ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സ്റ്റെപ്പിലും അങ്ങനെയാണ് കൊടുത്തത്. എന്നിട്ട് എഡ്ജ് പോളിഷ് ചെയ്ത് ഒരു നമ്മൾ റൗണ്ട് അല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ എഡ്ജ് പോളിഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഈ വരാന്തയുടെ ഒരു സീറ്റിംഗ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാരുപടിയായിട്ടില്ല, അല്ലാതെ നമ്മൾ സീറ്റിംഗ് കൊടുത്തിട്ട് ഇതിലും ആ ലപ്പോത്ര ഗ്രാനൈറ്റ് തന്നെയാണ്. ഇതിന്റെ എഡ്ജ് പോളിഷ് ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പില്ലറുകൾ ഇത് നമ്മൾ സ്ട്രക്ചർ ചെയ്യുമ്പോൾ തന്നെ കോൺക്രീറ്റ് പില്ലറുകൾ തന്നെയാണ് സൈഡുകളിലെല്ലാം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ ഈ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുകയാണ്. താഴെ വരുന്ന ഈ ഡിസൈൻ മാത്രം നമ്മൾ റെഡിമെയ്ഡായിട്ട് അതിന്റെ പ്രീകാസ്റ്റ് ആയിട്ട് ചെയ്തെടുത്താണ്. ബാക്കിയെല്ലാം നമ്മൾ ഡിസൈൻ പ്ലാസ്റ്ററിങ്ങിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ റൂഫിംഗ് വന്നിരിക്കുന്നത് ഓടാണ്, സെറാമിക് ഓടാണ് ടോപ്പിൽ ഇട്ടിരിക്കുന്നത്. താഴെ നമ്മൾ സീലിംഗ് ഓട് കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ടെറാക്കോട്ടയുടെ പെയിന്റിങ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിന്റെ നല്ല രീതിയിൽ ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലോട്ട് നമുക്ക് ഇരിക്കാനുള്ള ആവശ്യമായിട്ടുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എടുത്ത് പറയത്തക്കാണ് ഈ ക്ലാഡിംഗ് സ്റ്റോൺ, ലാറ്ററൈറ്റ് ഫിനിഷിലുള്ള ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നാച്ചുറൽ സ്റ്റോൺ അല്ല, ടൈൽസ് ആണ് ഈ ഒട്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് എപ്പോക്സി പോയിന്റിങ് കൊടുത്ത് ഭംഗിയാക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡോറാണ്. ഫ്രണ്ട് ഡോറ് സ്റ്റീലാണ്, സ്റ്റീൽ ഡോറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ ആർക്കിട്രൈവ് ഒക്കെ കൊടുത്തിട്ട് ആ രീതിയിൽ ഫിനിഷ് ചെയ്തിട്ട് 9 ഇഞ്ച് വെട്ടി തന്നെയുള്ള സ്റ്റീൽ ഡോറാണ്. ഇനി വിൻഡോസിലേക്കെല്ലാം വന്നാൽ ഇത് WPC ആണ്. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന എല്ലാ അകത്തുള്ള ഡോറുകളെല്ലാം WPC ആണ്. എക്സ്റ്റേണൽ വന്ന ഡോറുകൾ മാത്രമാണ് സ്റ്റീൽ ഡോർ കൊടുത്തിരിക്കുന്നത്. ബാക്കി ഇതിന്റെ ഷട്ടറും ഫ്രെയിമും എല്ലാം WPCയിൽ ചെയ്തിട്ട് ഇതിൽ ആ ഒരു പാറ്റേണിലുള്ള ആ ഒരു കളർ ടോണിലുള്ള പെയിന്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. മെയിൻ ഡോറിന്റെ ആ സെയിം ഗ്രെയിൻസും കാര്യങ്ങളും എല്ലാം വരച്ച് ആ രീതിയിലാണ് ഇത് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അകത്തോട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ നേരെ നമ്മൾ ലിവിംഗ് റൂമിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഒരു വലിയ വിശാലമായിട്ടുള്ളൊരു ലിവിംഗ് റൂമാണ്. ഇതിപ്പോൾ ഒരു 8 സീറ്ററിന്റെ ഒരു കോർണർ സോഫയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് എലിവേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന രണ്ട് വിൻഡോസ് ആണിത്. ആ ഒരു ചെക്കുപാളി ഡിസൈനിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതിന് ഈക്വലന്റ് ആയിട്ട് തന്നെ ഈ രണ്ട് സൈഡിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, രണ്ട് പാളിയുടെ. ഇതെല്ലാം WPC തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു TV യൂണിറ്റും അതുപോലെ പ്രയർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാതാവിന്റെ അതുപോലെ പരിമല തിരുമേനിമാരുടെയൊക്കെ ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത് അലൂമിനിയം PVC ബോർഡിലാണ് ഇതിന്റെ ഇന്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഫ്ലോറിംഗിലേക്ക് വന്നാൽ ഇത് മാറ്റ് ഫിനിഷ് ഉള്ള 8 കാറിന്റെ ഫ്ലോർ ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ അപ്പോക്സി പോയിന്റിങ് കൊടുത്തിരിക്കുകയാണ്. ഒരു ഗ്രേ ഫിനിഷിലുള്ള ഫ്ലോർ ടൈലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സെയിം ടൈല് തന്നെയാണ് ലിവിംഗ്, ഡൈനിങ്, അങ്ങനെ ആ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ടൈലുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് നേരെ നമ്മൾ ഡൈനിങ് റൂമിലേക്കാണ് വരുന്നത്. ഇവിടെ 4 സീറ്ററിന്റെ ഒരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. മാർബിൾ ടോപ്പായിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ്. അപ്പോൾ ഇവിടെയും ആ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ സെയിം ടൈൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് കിച്ചണ് അങ്ങനെ അങ്ങ് പോവുകയാണ്. ഡൈനിങ് റൂമിൽ നിന്ന് ഇവിടെയൊക്കെ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോർട്ട്യാർഡിന്റെ വിൻഡോസ് കൊടുത്തിരിക്കുന്നത് UPVC ആണ്. UPVC സ്ലൈഡിംഗ് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൂടുതൽ ലൈറ്റിങ്ങും വെന്റിലേഷനും ഒക്കെ കിട്ടാനായിട്ട്, കൂടുതൽ ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെയുള്ള വിൻഡോസ് നമ്മൾ സഹായിക്കും. അപ്പോൾ ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് ഇറങ്ങിയിട്ടാണ് ഈ കോർട്ട്യാർഡിലേക്ക് വരുന്നത്. ഇവിടെ വെർട്ടിക്കലായിട്ടുള്ള GI പൈപ്പിൽ വെർട്ടിക്കൽ പെർഗോളാസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മേളിൽ പോളികാർബണേറ്റ് ഷീറ്റ് ആണ്
ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പോളികാർബണേറ്റ് ഷീറ്റ് ആണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്ലാഡിംഗ് ടൈൽസുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡൈനിങ്ങിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ വാഷ് യൂണിറ്റ് വാഷിംഗ് വന്നിരിക്കുന്നത് ഈ കോർട്ട്യാർഡിലാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ ആണ്. ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ടച്ച് മിറർ ആയിട്ടുള്ള ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ക്ലാഡിംഗ് സ്റ്റോൺ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഇത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൽ നമ്മൾ വാഷ് ചെയ്ത് ഇറങ്ങണമെങ്കിൽ നമ്മൾ ആ ഒരു പ്രൈവസി സെപ്പറേറ്റ് ആയിട്ട് പുറത്തായിട്ടാണ് ഡൈനിങ്. ഇത് പലരും ഇപ്പോൾ ചെയ്യുന്നതാണ് ഈ ഒരു രീതിയിൽ. നമ്മൾ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് വരാത്ത രീതിയിൽ പുറത്തേക്ക് ഇറങ്ങി ഡൈനിങ് വാഷ് യൂസ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്ന് നേരെ കിച്ചണിലേക്കാണ്. ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ്. ഇവിടെ ഒരു ഗ്ലാസ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ്. ഇതിന്റെ കൗണ്ടർ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ചെയ്തിരിക്കുന്ന അലൂമിനിയം PVC പാനലിംഗ് ആണ്. ഇതിന്റെ ഇന്റീരിയർ വർക്ക്, കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിലാണ് ഇതെല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു നോർമൽ സിങ്ക് ടാപ്പ്. പിന്നെ എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യമാണ് ഈ റിബൺ വിൻഡോ. കിച്ചണിലെല്ലാം കൂടുതലും ഇപ്പോൾ ഇതേപോലെയുള്ള ലെങ്തി ആയിട്ടുള്ള വിൻഡോസ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വിഷൻ നമുക്ക് പുറത്തേക്കുള്ള കാണാൻ തടസ്സമില്ല. പിന്നെ കൂടുതൽ ലൈറ്റ് കിട്ടും. പിന്നെ മേളിലേക്ക് നമുക്ക് കബോർഡൊക്കെ കൊടുക്കാനായിട്ടുള്ള നല്ലൊരു സ്പേസ് കിട്ടും. അല്ലെങ്കിൽ വിൻഡോ കുറച്ചും കൂടെ ഹൈറ്റിലാണെങ്കിൽ നമ്മൾ ഇതിന്റെ കബോർഡ്സ് ഒക്കെ തുറക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇത്തിരി ഹൈറ്റിലായിട്ട് പോകും. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇതേപോലെയുള്ള വിൻഡോസുകൾ കൂടുതൽ കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 2 മീറ്റർ ഉള്ള വിൻഡോ ആണ്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞൊരു 50 അല്ലെങ്കിൽ ഒരു 60 സെന്റിമീറ്റർ ആണ് നോർമലി കൊടുക്കാറ്. ഇതിന്റെ സൈഡിലെല്ലാം ഗ്രാനൈറ്റ് മോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു L ഷേപ്പിലാണ് ഇതിന്റെ കൗണ്ടർ ടോപ്പ് വരുന്നത്. ഇവിടെ നിന്നാണ് പുറത്തേക്ക് വർക്ക് ഏരിയ വരുന്നത്. ചെറിയൊരു വർക്കിംഗ് സ്പേസ് ആയിട്ട്, വർക്കിംഗ് കിച്ചൺ ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇതും WPC തന്നെയാണ് ഇതിന്റെ ഡോർ കൊടുത്തിരിക്കുന്നത്, ഫ്രെയിമും അല്ല. വാഷിംഗ് മെഷീന് ഇവിടെ ഒരു സെപ്പറേറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. വിൻഡോയും റിബൺ വിൻഡോ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോർമൽ വിൻഡോ ആണ്. ഇങ്ങനെ വരുമ്പം ഇതാണ് നമ്മൾ പറഞ്ഞത്, ഇതുപോലെയുള്ള വിൻഡോസ് വരുമ്പോൾ നമുക്ക് ഇത്ര സ്പേസ് നമുക്ക് ഇവിടെ കബോർഡ് കാര്യങ്ങളൊന്നും കൊടുക്കാനുള്ള സ്പേസ് കിട്ടത്തില്ല. പക്ഷെ ഇവിടെ നമ്മൾ 2 പാളിയുടെ നോർമൽ വിൻഡോ, ഇത് ബാക്കി കബോർഡുകളും കാര്യങ്ങളെല്ലാം ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ആണ്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഗ്രില്ലിട്ട് പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും WPC തന്നെയാണ് ഇതിന്റെ ഡോറുകൾ കൊടുത്തിരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള. ഈ ഡൈനിങ്ങിൽ നിന്നാണ് നമുക്ക് 2 സൈഡിലേക്കുള്ള 2 ബെഡ്റൂം വരുന്നത്. അപ്പൊ ഇവിടുന്ന് നേരെ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് നോക്കിയാൽ അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒരു PVC പാനലിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല നീളത്തിൽ. ഇവിടെ ഒരു DB ഹൈഡ് ചെയ്യാനായിട്ടാണ് ഇവിടെ ഒരു ഡോർ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കിലാണ് നമ്മുടെ ഇലക്ട്രിക്കൽ DB വരുന്നത്. അപ്പൊ ഈ പാനലിംഗ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം ഫുള്ളായിട്ട് കവർ ചെയ്ത് ആ ഒരു ബോക്സ് ഷേപ്പിലുള്ള ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കബോർഡുകൾ കൊടുത്തിട്ട് ഡോറും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നേരെ നമ്മൾ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ വേറൊരു ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത്. 4 ടൈൽസ് ആണ്. പക്ഷെ ആ ഒരു കളർ പാറ്റേണിൽ തന്നെയുള്ള ടൈൽസ് ആണ്. അപ്പോക്സി പോയിന്റിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡബിൾ കോട്ട് കട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡിന്റെ 2 സൈഡിലായിട്ട് വരുന്ന രീതിയിലാണ് സിംഗിൾ പാളി 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 4 പാളിയുടെ ഒരു വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റോറേജ് സ്പേസ്, സ്റ്റഡി ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം PVC ലാമിനേറ്റഡ് ഷീറ്റിലാണ് ഇതിന്റെ കബോർഡ് വർക്കെല്ലാം ചെയ്യുക. ഫ്രെയിം എല്ലാം അലൂമിനിയമാണ്. ആ രീതിയിലാണ് സെറ്റിന്റെ സീലിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്ത് ജിപ്സം സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ LED സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും അതേപോലെ ടോയ്ലറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് ഈ ഡ്രസ്സിംഗ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഇവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നാണ് ടോയ്ലറ്റിലേക്ക് വരുന്നത്. നമുക്കിവിടെ ഒരു 8 അടി ഹൈറ്റിലാണ് ടോയ്ലറ്റിൽ ടൈലിംഗ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രീനിഷ് കളറിലുള്ള ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒറ്റ ടൈൽസ് തന്നെയാണ്. നമുക്ക് സെപ്പറേറ്റ് കളർ പാറ്റേൺ ഒന്നുമില്ല. ഒറ്റ വോൾ ടൈല് തന്നെ, ഒരേ കളറിലുള്ള വോൾ ടൈല് തന്നെയാണ് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോക്സി പോയിന്റിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലോസറ്റ്, ബോൾ മിക്സർ, വാഷ് ബേസിൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡോറ് വന്നിരിക്കുന്നത് FRPയുടെ ഡോറാണ്. അത് നമ്മൾ ആ ഒരു കളർ പാറ്റേണിൽ തന്നെയുള്ള ഡോറാണ്. ഫ്രണ്ട് ഡോറിനും വിൻഡോസിനും എല്ലാം കൊടുത്ത ആ ഒരു കളറിൽ തന്നെയുള്ള ഡോറാണ്. ഇതിനും FRP ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം. ഇതിന്റെ ഡോറും ആദ്യം പറഞ്ഞ പോലെ തന്നെ WPC തന്നെയാണ്. ഇതിൽ റൂട്ടർ കട്ട് ചെയ്തിട്ട് ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇത് ഒറ്റ ഷീറ്റാണ് WPC വരുമ്പോൾ. നമ്മുടെ വുഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ പലകയായിട്ട് ജോയിൻ ചെയ്താണ് വരുന്നത്. ഇതിപ്പോൾ ജോയിന്റ് ഇല്ല, ഒറ്റ ഷീറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് നേരെ ബെഡ്റൂമിലേക്ക് വന്നാൽ ആ മറ്റു ബെഡ്റൂമിൽ ഇട്ടിരിക്കുന്ന തന്നെ സെയിം ടൈല് തന്നെയാണ്. അപ്പോക്സി പോയിന്റിങ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ആഷ് കളറുള്ള ടൈൽസ് തന്നെയാണ്. ഇവിടെയും അവിടുത്തെ സെയിം ആയിട്ട് തന്നെ ഇവിടെ ഒരു ബെഡിന്റെ 2 സൈഡായിട്ട് സിംഗിൾ പാളി 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് ഫേസ് ആയതുകൊണ്ട് തന്നെ ആ എലിവേഷനിൽ വരുന്ന ആ ഭാഗമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാറ്റേണിൽ തന്നെയുള്ള 2 പാളി വിൻഡോസ് ആണ് 2 സൈഡായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റഡി യൂണിറ്റും പിന്നെ ഒരു കബോർഡ് സ്റ്റോറേജ് സ്പേസ് ആയിട്ടും സെയിം മറ്റ് മാസ്റ്റർ ബെഡ്റൂമിലുള്ളതുപോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ്, അവിടെ കബോർഡ് സ്പേസ്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, മിറർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്.
ഇതിനോട് ചേർന്ന് ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇതിനുണ്ട്. ഇത് വേറൊരു കളർ പാറ്റേണിലുള്ള ടൈൽസ് ആണ്. ഇതൊരു ഗ്രേ ഫിനിഷിലുള്ള ടൈൽസ് തന്നെയാണ്. നമ്മുടെ ഫ്ലോർ ടൈലുമായിട്ടൊക്കെ മാച്ച് ചെയ്യുന്ന ടൈൽ തന്നെയാണ് ടോയ്ലറ്റിലും വന്നിരിക്കുന്നത്. ഇതും വേറെ സെപ്പറേറ്റ് കളറല്ല, ഒറ്റ കളർ തീമിൽ തന്നെയുള്ള ടൈൽസ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ബോക്സി പോയിന്റിങ് കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിന്, വോൾ മിക്സർ, ഹെൽത്ത് വാസറ്റ്, ക്ലോസറ്റ്, അങ്ങനെ നോർമൽ കാര്യങ്ങളെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. 8 ഫീറ്റ് ഹൈറ്റിലാണ് ടൈല് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും FRPയുടെ ഡോർ തന്നെയാണ്. ആ സെയിം കളർ പാറ്റേണിൽ തന്നെയുള്ള ഡോറാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ആയത് സ്ക്വയർ ഫീറ്റിന് 2300 രൂപ വെച്ചാണ്. അത്യാവശ്യം പ്രീമിയം രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 2D 3D ഡിസൈനിങ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ ഇതിൻ്റെ ഡിസൈനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വീട് നിർമ്മാണം തുടക്കം മുതൽ അതിൻ്റെ 2D ഡ്രോയിങ്, 3D ബിൽഡിംഗ് പെർമിറ്റ്, അതുപോലെ വീടിൻ്റെ ഫുൾ കോൺട്രാക്ട് വർക്കായിട്ടാണ് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും